ഇല്ലേ പിന്നെ മീറ്റിംഗ് വെച്ച് കണ്ടു. അതെ, എന്തായിരുന്നു, എന്ത് വിഷമം പറയാനാ ഇന്ന് അവിടെ പോയത്? ഞാൻ ഇന്ന് അവിടെ പോകുന്നത് എന്നാണെന്നറിയാം, ഇപ്പോൾ എൻ്റെ മകളുടെ കെട്ടിയവന് ജാമ്യം കിട്ടിയിട്ടൊന്നൊരു 23 ദിവസമായി. പിന്നെ ഞാൻ ഇടയ്ക്ക് 2 പ്രാവശ്യം എനിക്ക് ഒരു ബെയിലിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഞാൻ SHOയ്ക്ക് വിളിച്ചപ്പോൾ പുള്ളി അത് വാട്സപ്പിൽ അയച്ചു തന്നു. പിന്നെ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ടീമിനകത്തുള്ള ജ്യോതികൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ബ്രഹ്മമംഗലകാരനൊരു ഹെഡ് കോൺസ്റ്റബിൾ ഉണ്ട്. അപ്പോൾ പുള്ളി വിളിച്ചപ്പോൾ അവരും തിരക്കിലായിരുന്നു. അതിൻ്റെ പുറകെ വന്നപ്പോൾ പോയി എനിക്ക് ജഡ്ജ്മെൻറ്റിൻ്റെ കോപ്പിയൊക്കെ ഞാൻ കോട്ടയത്തെ വക്കീലിനെ കൊണ്ടെടുത്തായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വക്കീലിനോട് ചോദിച്ചു, ഇനി എന്നാ സാറേ ഞാൻ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ട? അന്നേരം അവർ പറഞ്ഞു, ഇനി ഞങ്ങൾ വക്കീലന്മാരൊന്നും ചെയ്യാനില്ല, അന്വേഷണ ഉദ്യോഗസ്ഥനെ കണ്ടിട്ട് നിങ്ങൾക്ക് കൊടുക്കാനുള്ള മൊഴികളെല്ലാം കൊടുക്കുക. മൊഴി ഇപ്പോൾ 56 ദിവസമായി ഇതുവരെ കൊടുത്തില്ലേ? മൊഴി എന്ന് പറഞ്ഞാൽ അന്ന് ഇവനെ അറസ്റ്റ് ചെയ്ത് അന്ന് ഇവിടെ വന്നു, എന്നോടും ഭാര്യയോടും ഒക്കെ 2-3 ക്വസ്റ്റ്യൻ വേണ്ടൊക്കെ ചോദിച്ച് കുറേയെല്ലാം ഇവർ എഴുതി ഉണ്ടാക്കി അങ്ങ് പോയി. ഒപ്പിട്ടൊന്നും മേടിച്ചില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ വിശദമായിട്ടുള്ള ഇന്ന് വരെയുള്ള ഭർതൃപീഡനെ കുറിച്ചുള്ള ഒന്നും മേടിച്ചിട്ടില്ല. മോള് മിസ്സിംഗ് ആയതിനെ കുറിച്ചാണ് അന്ന് ചോദിച്ചത്. അതെ, അതായത് നമ്മൾ ഈ ഫെബ്രുവരി 28-ാം തീയതിയാണ് രാവിലെയായി സംഭവം നടക്കുന്നത്. ഫെബ്രുവരി 28-ാം തീയതി സംഭവം നടന്നു കഴിഞ്ഞിട്ട് എൻ്റെ മോള് പള്ളിയിൽ പോയിട്ട് മോളും പിള്ളേരും വരുന്ന സമയം കഴിഞ്ഞിട്ട് കാണാഞ്ഞപ്പം ഞാൻ ഈ വഴിയിലിറങ്ങി വെയിറ്റിംഗ് പോയൊക്കെ വഴി നോക്കി ചെന്നിട്ട് കാണാഞ്ഞിട്ട് ഉള്ളിൻ്റെ ഉള്ളിലൊരു സംശയം തോന്നി, എന്നാ പറ്റിയെന്ന് ഓർത്തുകൊണ്ട് ഇനിയിപ്പം വഴിയിലോട്ട് നടന്ന് വഴി ക്രോസ് ചെയ്തല്ലേ പള്ളിയിലേക്കൊക്കെ പോകുന്നത്, എന്താണ്. അപ്പോൾ അന്ന് ഈ ഫെബ്രുവരി 28 എന്ന് പറയുന്നതുകൊണ്ട് സകല മരിച്ചവരുടെ ഇങ്ങനെയായിട്ടൊരു ഡേറ്റാണ് ഫെബ്രുവരി. അപ്പം ഞാൻ അവിടുത്തെ വലിയ ഓഫീസൊക്കെ ആയിട്ട് എക്സ്ട്രാ പ്രാർത്ഥന വല്ലതും ഉള്ളതുകൊണ്ട് താമസിക്കുന്ന. എന്നിട്ടും കാണാതെ വന്നപ്പം ഞാൻ ഒരു നൈറ്റി കൊടുത്ത തുണിയൊക്കെ മാറ്റി ഒരു ഇത് എടുത്ത് മാറ്റിയിട്ടിട്ട് അവളോട് ഒരു ചുരിദാർ ഇടാൻ പറഞ്ഞ് ഞങ്ങൾ 2 പേരുടെ വീട് കൂട്ടിയിട്ട് കൂടി ഇറങ്ങി. ഞങ്ങൾ ഈ ഇറങ്ങി ഒരു D. കുമാർ എന്ന് പറഞ്ഞൊരു കോൺട്രാക്ട് താമസിച്ചിട്ടുണ്ട്. ആ ഇറക്കത്തിൽ ചെല്ലുമ്പോഴത്തേന് കരുവട്ടുള്ള ഒരു കൽപ്പണിക്കാരൻ, കരിങ്കറ്റ് പണിക്കാരൻ ആൻ്റണി പുതുശ്ശേരി എന്ന് പറഞ്ഞ ഒരു പുള്ളി ഇറങ്ങി. നിങ്ങളവിടെ പോകാമെന്ന് ചോദിച്ചപ്പം അവരോട് എങ്ങനെയാണ് മക്കളെ കാണാനായിട്ട് തപ്പി പോകാമെന്ന് എങ്ങനെയാണ് പറയുന്നത്, കാരണം നിങ്ങൾ താഴം വരെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പുള്ളി പറഞ്ഞു, ഇതിൻ്റെ മുന്നേ ഞങ്ങളുടെ വീടിൻ്റെ പുറകിൽ ഒരു 15 വയസ്സ് താഴെയുള്ള 2 പെൺപിള്ളേരും ഒരു പെണ്ണും കൂടെ ട്രെയിനിൻ്റെ പിന്നെ ചാടി പോലീസുകാർ വന്നിട്ട് ഞങ്ങൾ അതിങ്ങനെ ഇത് ഫ്ലാഷ് ന്യൂസ് പോകും. ഞാൻ TV ഒന്നും രാവിലെ അങ്ങനെ വെക്കാറൊന്നുമില്ല. ഫ്ലാഷ് ന്യൂസ് പോകുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ ആ പാടെ അപ്സെറ്റായി, ഡിപ്രഷനായി എനിക്ക്. അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ നടന്നിട്ട് താഴെ വരെ ചെന്നിട്ട് ഇവർ ഈ 15 വയസ്സിൽ താഴെയുള്ളൊന്നും ചെറുപ്പകാരത്തി ഒരു തള്ളേന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് ആകെപ്പാടെ പ്രശ്നമായി മാനസികമായി. പിന്നെ ഞാൻ പള്ളിയിലേക്ക് പോയില്ല. ഞാൻ ജംഗ്ഷനിൽ ചെന്നിട്ട് ആ ഫ്രണ്ടിൽ കിടന്ന ഓട്ടോറിക്ഷയിൽ കയറി ഏറ്റുമാനൂർ വരെ പോകാമെന്ന് പറഞ്ഞ് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അവിടെ ചെന്നപ്പം ഞാൻ എൻ്റെ മകൾ രാവിലെ പള്ളിയിൽ പോയിട്ട് മകളെയും പിള്ളേരെയും കാണുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ പിടിച്ചവിടെ മാറ്റിക്കൊണ്ടിരുത്തി. എന്നിട്ട് അവരെല്ലാം അറിഞ്ഞു. SHO അടക്കം സ്പോട്ടിലൊക്കെ പോയി കാര്യം. അപ്പോൾ 5:30 നടന്ന സംഭവമല്ലേ. ഞങ്ങൾ 7 മണി കഴിഞ്ഞിട്ടുണ്ട്. 7 കഴിഞ്ഞപ്പോഴാണ് ഒരു ക്ഷണി ചെല്ലുന്നത്. അന്നേരം സംഗതിയെല്ലാം ഇവരെല്ലാം അറിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അവർ കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് എന്നെ ഈ ഫോണിനകത്ത് ഇവിടെ മാറ്റിയിരുത്തിയിട്ട് എന്നെ 2 പടം കാണിച്ചു. എൻ്റെ മകളുടെ കാണിച്ചില്ല, പിള്ളേരുടെയാണ്. അപ്പോൾ ഇവളെ കൂടെ ഞാൻ മുഖമില്ല, മുഖമൊന്നും കാണിച്ചില്ല. 2 പിള്ളേരും കമന്ന്, അതായത് ഒരു കുഞ്ഞിൻ്റെ പകുതി ഏതാണ്, ഒരാളുടെ ഉണ്ട് മുഖമൊക്കെ കമന്ന് കിടക്കും, തലമുടി കാണാം, ഡ്രസ്സൊക്കെ മാറിക്കിടക്കുന്നു, ഷഡ്ഡി കാണാം മൂത്ത കൊച്ചിൻ്റെ. ബാക്കി എൻ്റെ മകളുടെ ഒന്നും കാണിച്ചില്ല ഞങ്ങൾ. അപ്പോൾ ഈ ഡ്രസ്സ് കണ്ടപ്പോഴേ മക്കളുടെ ഡ്രസ്സ് കണ്ടപ്പോഴേ കൺഫേമായി. പിന്നെ അവർ ഞങ്ങളെ അവിടെ പിടിച്ചെടുത്തി. പിന്നെ അവർ കുറേ അതും ഇതൊക്കെ ചോദിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ SHO അടക്കം ഇവിടെ കൊണ്ടുവന്ന് ഒരു താഴെ ആ 3 മുറിയിലാണ് ഒരു 3 പേരുടെ കിടന്നുകൊണ്ടിരുന്നത് താഴെ. അപ്പോൾ ആ മുറിയിൽ കയറി അവർ എല്ലാം പരിശോധിച്ചു. അപ്പം അവിടെ ഫോണിരിക്കുന്നു, അതെടുത്തേച്ച് ഇങ്ങനെ അങ്ങ് വെച്ചു. ഇപ്പോൾ SHO ഉണ്ട്, ഹെഡ് കോൺസ്റ്റബിളുണ്ട്, ഡ്രൈവറുണ്ട്, ഒരു SI ഉണ്ട്, അവരെല്ലാവരും കൂടെ കൂടിയാണ്. അപ്പോൾ അവർ ആ മുറിയിലെല്ലാം കയറി തലയെണ്ണയൊക്കെ എടുത്ത് നോക്കി, ഷീറ്റെല്ലാം മരിച്ച് നോക്കി, അളമാരിയെല്ലാം തുറന്ന് നോക്കി, വല്ലോ മൊഴിയെല്ലാം എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കാനൊക്കെ നോക്കി. പിന്നെ തലയണ മറിച്ചപ്പോഴത്തേന് തലയണയുടെ അടിയിൽ അവിടെ ഉപയോഗിച്ച് വന്നിരുന്ന 2 വളയും 4, അതിൻ്റെ കൂടെ ഒരു കൊന്തയുണ്ട്. ആ കൊന്തയും കൂടെ ഊരി തലയണ കീഴെ വെച്ചിരിക്കുന്നു. അപ്പോൾ തലയണ കീഴയിൽ എപ്പോഴും കൃപാസനത്തിൽ ഒരു പത്രമുണ്ട്, അതിൻ്റെ മുകളിലാതിരുന്ന് അത് ഓരോ തലയണ ഇങ്ങോട്ട് വെച്ച് വട്ടം കറങ്ങി വീണ്ടും ഞങ്ങളെ ഇവിടുന്ന് കൂട്ടാൻ പറഞ്ഞ് കൂട്ടി. പിന്നെ ഞങ്ങൾ സ്റ്റേഷനിൽ, കാരണം അവർക്കവിടെ ഏതാണ്ടൊക്കെ ചോദിച്ചു അവിടെ ഇവിടെയൊക്കെ എഴുതിയോളൂ, പിന്നെ കമ്പ്യൂട്ടറിൽ എടുക്കണം, ബാക്കി കാര്യങ്ങളുമായിട്ട് ഞങ്ങളെ വീണ്ടും സ്റ്റേഷനിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെ വീണ്ടും കൊണ്ടുപോയിട്ട് വീണ്ടും ഒന്നുകൂടി അവരോട് വന്നു. അപ്പോൾ എല്ലാം എഴുതിയും പോയി. അപ്പം ഞങ്ങളുടെ അപ്പം എൻ്റെ 2ാമത്തെ മകളെ കിട്ടിയെന്ന് ഇതറിഞ്ഞു. ഞാനങ്ങ് പോകുന്ന വഴിക്ക് എൻ്റെ 2ാമത്തെ മകളുടെ ഫോണായി തോണ്ടിയപ്പോൾ കിട്ടിയത്. അവൾക്ക് വിളിച്ചു. അപ്പോൾ അവരൊന്നും അറിയുന്നില്ലോ. അപ്പോൾ അവളോട് വിളിച്ചു പറഞ്ഞു. പിന്നെ ആൾക്കാരെല്ലാം ഇങ്ങനെ അപ്പോഴായി. ഞങ്ങൾ ആ സ്റ്റേഷനിലായിരുന്നു. എൻ്റെ 2ാമത്തെ മകളെ കിട്ടിയവരും അവൻ്റെ കൂട്ടുകാരൊക്കെ കൂടെ അവിടെ വന്നു. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളിഞ്ഞ് വന്നപ്പോഴേ പുറത്തെല്ലാം ചാനലുകാരായി. അന്ന് ആ ഡേറ്റിൽ
ഫെബ്രുവരി 28 അപ്പോൾ പിന്നെ ഞങ്ങൾ ഇറക്കി കഴിഞ്ഞപ്പോൾ അവർ പോലീസുകാരും ഒക്കെ പറഞ്ഞിപ്പം നിങ്ങളങ്ങ് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ മുഴുവൻ ചാനലുകാരും പത്രക്കാരും ഒക്കെ അരി ചോദിച്ചാലും ഒന്നും വേണ്ടണ്ട നിങ്ങൾ ഇറങ്ങിയപ്പം ഇറങ്ങി വന്നിട്ട് ഞാൻ എൻ്റെ രണ്ടാമത്തെ മകളെ കിട്ടിയിട്ട് കാറെ കയറി അവൻ ഞങ്ങളെ ഇവിടെ കൊണ്ടിരുത്തി. അന്നേരം ഇവിടെ എല്ലാം ജനം കൂടി. അപ്പോൾ അറിഞ്ഞു കഴിഞ്ഞു പിന്നെ ആൾക്കാർ വരും ഞങ്ങളെ ഇവിടെ ഇരുത്തി. അപ്പോൾ ഞങ്ങൾ കൂടെ മെഡിക്കൽ കോളേജിൽ പോരണമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങളിപ്പോൾ പോരണം, നിങ്ങൾ ഇവിടെ ഇരുന്ന് നിങ്ങളെ പിന്നെ വന്നു കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് അവർ ഞങ്ങളെ വിട്ടുപോയി. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി എന്നാൽ പോകണമെന്ന്. പിന്നെ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞിട്ട് ഒരു പയ്യനോടെ നിന്നിട്ട് ഒരു ഓട്ടോറിക്ഷ ജംഗ്ഷനിൽ നിന്ന് വിളിച്ച് വന്നിട്ട് ഞങ്ങൾ പേരെ കൂട്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ മെഡിക്കൽ കോളേജ് മോർച്ചറിയുടെ ഭാഗത്ത് വെച്ചത്. അവിടെ ചെന്നിട്ട് ഞങ്ങളെ അങ്ങോട്ട് കയറ്റി തരാം, ഞങ്ങൾ കാണാനില്ല, കാണിച്ചു തരാം. അടുത്ത ഒരു കാറെ കയറ്റി, അവിടെ ഉണ്ടായിരുന്നവരുടെ ഒരു കാറെ കയറ്റി ഞങ്ങളെ വീണ്ടും ഇവിടെ തന്നെ കൊണ്ടുപോകും. അപ്പോൾ ഇനിയിപ്പോൾ ഇത് പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടിക്കഴിഞ്ഞിട്ട് കാരിത്താസിൽ വെക്കുക, കാരിത്താസിലോട്ട് കൊണ്ടുവരുമ്പം പപ്പാനും മമ്മീനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അവരും പോയി. അപ്പോൾ ആ സമയമായപ്പം ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് വൈകുന്നേരം 3:30 കൂടിയാണ് മോർച്ചറി വെക്കുന്നത്. അത് കൊണ്ടുവന്നപ്പോൾ ഒരു 2 മണി കഴിഞ്ഞപ്പോൾ വന്നു. കാരണം അവിടെയും ഭയങ്കര ജനമായിരുന്നു. ഒപ്പീസും ഒക്കെ ചെല്ലി അച്ഛന്മാരും എല്ലാം വന്നതെല്ലാം കൂടെ വെച്ചിട്ട് പിന്നെ വെക്കുന്ന സമയം കുറേ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇടുമ്പോൾ അപ്പോൾ ആ സമയത്ത് പിന്നെ ഇവിടെ അൺകോൺഷ്യസായി. ഇവിടെ പിന്നെ ട്രിപ്പ് ഒക്കെ ഇട്ട് കാഷ്വാലിറ്റി കൊണ്ടുപോയി. പിന്നെ അത് വെച്ചിട്ട് ഞങ്ങൾ പോരുന്നത്. അപ്പോൾ അന്ന് അങ്ങനെ കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം അന്ന് തന്നെ അവിടെ വെച്ച് കാരിത്താസ് പള്ളിയിലെ വികാരീച്ചനെ, കാരിത്താസ് പള്ളിയുടെ ഡയറക്ടറെ, കാരിത്താസിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറെ, എൻ്റെ മകളുടെ ഭർത്താവിൻ്റെ അനിയൻ ഉണ്ണി എന്ന് വിളിക്കുന്ന സിബി, അവരൊക്കെ കൂടെ തീരുമാനിച്ചു ഇവിടുത്തെ അച്ഛനും കൂടെ നമ്മളിവിടെ ശവമടക്കുന്നു, തിങ്കളാഴ്ച ശവമടക്കുന്നു, തിങ്കളാഴ്ച ബോഡി എടുക്കുന്ന ബോഡി ഇവിടെ കൊണ്ടുവന്നൊരു 1.5 മണിക്കൂർ ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം കാണാൻ ഇവിടെ വെക്കുന്നു. നമുക്ക് പള്ളിമുറ്റത്ത് പന്തലിട്ടേക്കാം. ഞങ്ങൾ ഈ മരണം സംഭവിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ആരും ഇല്ലല്ലോ, വേറെ രണ്ടാമത്തെ മകളും കെട്ടിയവനും ഉള്ളൂ, നാട്ടിലുള്ളൂ. പിന്നെ പോയിട്ട് ആ മക്കൾ 2 പേരും ഇവിടെ ഇല്ല, ഇളയ മകൾ ഇവിടെ ഇല്ല. ഇപ്പോൾ ഇവിടെ ഉള്ളവൾ പോവുകയും ചെയ്തില്ലേ. അപ്പോൾ പിന്നെ അവരെ കാര്യങ്ങൾ നടത്താനുള്ളൂ. അപ്പോൾ ഉടനെ ഞാൻ അവന് ഫോൺ വിളിച്ചു. അവൻ അവൻ അച്ഛനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ പന്തലിടാനുള്ള ആളെയും കൊണ്ട് അവൻ വന്നു. അന്നേരം മുതൽ പിന്നെ അവർക്ക് ഇവരെന്തോ മാറ്റമായി. ഇത് പറഞ്ഞെങ്കിലും പിറ്റേ ദിവസം ആയപ്പം ചേഞ്ചായി. ഇവിടെ ഇടക്കിയില്ല, അവിടെ കൊണ്ട് കിടക്കാനുള്ളത്. കാരണം പിന്നെ ഡൈവോഴ്സ് പെറ്റീഷൻ ഒന്നും പോയിട്ടില്ല. നമുക്ക് ഡൈവോഴ്സ് പെറ്റീഷൻ പോയിട്ടുണ്ട്, അവൻ കോടതിയിൽ ഇതുവരെ അഡ്മിറ്റ് ചെയ്തിട്ടില്ല. ഇല്ല, ഡൈവോഴ്സ് പെറ്റീഷൻ പോയിട്ടേ ഇല്ല. കോടതി ചെല്ലില്ല. അത് ഫാമിലി കോർട്ടിലെ കേസാണ്. 2024 ജൂൺ 9 രാത്രി പാതിരായ്ക്ക് ശേഷം വനിതാ സെല്ലിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തൊടുപുഴ സ്റ്റേഷനിലെ ഇതെല്ലാം പറഞ്ഞിട്ട് അവിടുന്ന് പോരുന്നു. അപ്പോൾ പോന്നപ്പോൾ എല്ലാം ഇവർ പറയുന്നത് നമ്മൾ പിന്നെ ഡൈവോഴ്സ് പെറ്റീഷൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു ഭാര്യയും ഭർത്താവും കൂടി 1 വർഷം മാറി നിന്നാലാ പെറ്റീഷൻ കൊടുക്കാൻ റൈറ്റുള്ളൂ. അല്ലെങ്കിൽ ജോയിൻ്റ് ആയിരിക്കണം 2 പേരുടെ ജോലി. അതും ഇല്ലാത്തടത്തോളം കാലം അവിടുന്ന് ഇറക്കി വിട്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇന്ന് കൂട്ടിക്കൊണ്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങ് ഡൈവോഴ്സ് പെറ്റീഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ ബോഡി ഭർത്താവിൻ്റെ നിലവിൽ മൂത്ത ജീവിച്ചിരിപ്പുണ്ടല്ലോ, അവർക്ക് അതിൻ്റെ റൈറ്റ് എന്ന് പറഞ്ഞാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എതിർപ്പൊന്നുമില്ല. കാരണം ബോഡി ഇവിടെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ വില പേശാനോ ആൾക്കാർ ചുമ്മാ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പൊതു ശ്മശാനത്തിൽ കിടക്കാൻ മേലായിരുന്നു, ബോഡി കൊണ്ട് നിങ്ങൾക്ക് ആ പള്ളിയുടെ മണ്ഡലത്തിലോട്ട് കൊണ്ട് വെച്ചേച്ച് പോരാൻ മേലാഞ്ഞോ, നിങ്ങളുടെ പറമ്പിലിടയില്ലാഞ്ഞോ കുഴിച്ചിടാനോ. അപ്പം എൻ്റെ മകളും പിള്ളേരും പോയി. പക്ഷേ ഞാൻ ഈ മുഖം പോലും കാണാനില്ലാത്ത ഈ കഷ്ണങ്ങൾ വെട്ടിക്കാത്ത വെച്ചുകൊണ്ട് പിന്നെ അതിന് ബാർഗെയിൻ ചെയ്യാനും എൻ്റെ പുറകെ പോയത്. എവിടെയെങ്കിലും അടയ്ക്കാൻ മതിയില്ല, ആൾ മരിച്ചല്ലോ, ജീവൻ പോയില്ലേ. അപ്പോൾ അന്നേരം അവർ പറഞ്ഞു ഓപ്ഷന് ഞാൻ സമ്മതിച്ചോളാൻ എൻ്റെ മകളെ കിട്ടിയതിനോട് പറഞ്ഞു. അതായത് ബോഡി ഇവിടെ കൊണ്ട് വെക്കുന്നു, എല്ലാവരും കണ്ട് തീരുമ്പോഴത്തേന് ഈ പറയപ്പെടുന്ന ഈ അവകാശം പറഞ്ഞ് എൻ്റെ മകളുടെ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന മകളുടെ ആങ്കൊച്ചുണ്ടല്ലോ, അവർ 2 പേരും അങ്ങനെ ചോദിച്ചുകൊണ്ട് അവർ വരണം, അവർ ഈ വീട്ടിനകത്ത് വന്ന് ബോഡി ഏറ്റുവാങ്ങണം. അല്ലാതെ പള്ളിക്കാരോ നാട്ടുകാരോ ലോകരോ അയൽവക്കക്കാരോ സ്വന്തക്കാരോ ഒന്നും വന്നാൽ, പോലീസ് പോലും വന്നാൽ ബോഡി തരികയാണ്. അപ്പോൾ അതുകൊണ്ട് അവരിവിടെ വന്നു, അവരുടെ ഇവിടെയെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ബോഡി കൊടുത്തു. ഞങ്ങൾ ചുങ്കത്തിലേക്ക് ശവാടത്തിന് ഞാനോ എൻ്റെ ഭാര്യയോ എൻ്റെ മക്കൾ, അതായത് ഈ വിവരം അറിഞ്ഞിട്ട് എൻ്റെ കുവൈറ്റിൽ പരിപ്പ് കെട്ടിച്ച കുവൈറ്റിൽ ജോലി ചെയ്യുന്ന മകൾ ശനിയാഴ്ച 11 മണിയായപ്പോൾ ഇവിടെ എത്തി. വെള്ളിയാഴ്ച രാവിലെ സംഭവം നടക്കും, ശനിയാഴ്ച. പിന്നെ പോയിട്ട് അയർലൻഡിലുള്ള മകൻ ഞായറാഴ്ച 11 മണിയായപ്പോൾ വന്നു. അമേരിക്കയിലുള്ള കൊച്ചുമകൻ തിങ്കളാഴ്ച രാവിലെ 5 മണിക്ക് ഇവിടെ വന്നു. അപ്പോൾ അവരെല്ലാം ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ട് അവരുടെയൊക്കെ മക്കൾ, ഇളയവന് 1 വയസ്സ് മുതൽ മേലോട്ട് 3 എണ്ണം അടുപ്പിച്ച് 3 പെൺപിള്ളേരാണ്. മറ്റവന് 1 ആണും 1 പെണ്ണുമാണ്. പിന്നെ പോയിട്ട് മകള് കുവൈറ്റ് ജോലി ചെയ്യുന്നേ ഉള്ളൂ, ഹസ്ബൻഡ് ഖത്തറിലും അവളെ കെട്ടിച്ചിരിക്കുന്ന ഒരു കുഞ്ഞുള്ളത് അവിടെ ഭർത്താവിൻ്റെ അമ്മ നോക്കുന്നത് അവിടെ പരിപ്പിലാണ്, ഉളശ. അപ്പോൾ അവർ അവിടുന്ന് എമർജൻസി ആയിട്ട് അവരുടെ വലിയ പൈസ എടുത്ത് ടിക്കറ്റ് കൊടുത്ത് വിവരം അറിഞ്ഞിട്ട് അവർ പോരുക ചെയ്തത്. അപ്പോൾ പിന്നെ ഇവർക്ക് തിരിച്ചു പോകാതിരിക്കാൻ പറ്റിയല്ല, ഇവർക്ക് അവരുടെ പണി പോവും, കുടുംബവും പിന്നെ പിള്ളേർ അവിടെയുണ്ട്. അപ്പോൾ
നമ്മൾ തിങ്കളാഴ്ച ശവം അടക്കുന്നു. തിങ്കളാഴ്ച ശവം അടക്ക് കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ച രാവിലെ ഞാൻ പോയി ഇവർക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ ചെന്ന് ജോലി ചെയ്യാൻ പറ്റും. അക്ഷയായി പോകുന്നു. അക്ഷയായി എല്ലാം കൂടെ അതിലിവിടെ പഞ്ചായത്തിലെത്തുന്നു. പഞ്ചായത്തിലെ AS അസിസ്റ്റൻറ്റ് സെക്രട്ടറിയോട് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി അത് വൈകുന്നേരം തന്നെ അപ്രൂവലാകുന്നു. ബുധനാഴ്ച രാവിലെ വീണ്ടും പോയി. അപ്പോൾ ഇവർ യാത്ര തിരിച്ചെങ്കിലും അക്ഷയായി ചെന്നിട്ട് അവരെ കൊണ്ട് തന്നെ അത് ചെയ്ത് ഡൗൺലോഡ് ചെയ്തിട്ട് എന്നിട്ട് ആ പുള്ളിയെ കൊണ്ട് തന്നെ അത് സ്കാൻ ചെയ്ത് എൻ്റെ സെൻഡ് ചെയ്താലേ ഉള്ളൂ. അവർക്ക് അവിടെ അടുത്ത ഡ്യൂട്ടിക്ക് കയറുമ്പം ഇതിൻ്റെ ഇത് പ്രൊഡ്യൂസ് ചെയ്യണം. ജോലിക്ക് കയറണമെങ്കിൽ ഇതിൻ്റെ തെളിവ് കാണിക്കണം. ഇപ്പം നമ്മൾ ഇടയ്ക്ക് മുറിഞ്ഞു പോയോ ഇത് വേറെ എവിടെയെങ്കിലും അപ്പോൾ അതുകൊണ്ട് ബോഡിയാണ് നടക്കുന്നത്. ബോഡി ഇടയ്ക്ക് അതുകൊണ്ടാണ്. പിന്നെ അന്ന് എൻ്റെ രണ്ടാമത്തെ മകളെ കെട്ടിയും പറഞ്ഞു പപ്പായും മമ്മിയും അല്ലെ നമ്മൾ ശവം അടക്കി തൊഴിയുടെ ചുങ്കത്തിൽ തീരുന്നവർ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളവിടെ അടക്കത്തിന് പോകുന്നില്ല. കാരണം അന്ന് നമ്മുടെ അടിവനുസരിച്ച് ഈ എൻ്റെ മകളും മക്കളും മരിച്ചെന്നറിഞ്ഞപ്പോൾ തന്നെ അവിടെ കുപ്പി മേടിച്ച് പൊട്ടിച്ചും കപ്പവാട്ടും ഇരുപത്തിക്കാർ പറയത് ഞാൻ പറയേണ്ട. അപ്പോൾ അതറിഞ്ഞപ്പോഴത്തേന് എൻ്റെ രണ്ടാമത്തെ മകളെ കെട്ടിയും പറഞ്ഞു കാരണം ഇവൻ്റെ കൂട്ടുകാരാന്ന് ബിജു മുളയെങ്കിൽ എന്ന് പറഞ്ഞ് അവിടെ മരിച്ച് ടാങ്കിൽ ഇട്ടിരുന്നില്ലേ, ആ പുള്ളിയുടെ വരെ ആംബുലൻസൊക്കെ ഉള്ള ഇവിടെ ഈ ബോഡി എടുക്കാൻ വന്നപ്പോൾ ആ പുള്ളിയുടെ കൂടെയുള്ള 10-12 ഗുണ്ടകളും കൂടി ഉണ്ടായിരുന്നു അവരോട്. അത് വരുമെന്ന് അറിഞ്ഞത് കൊണ്ടാണ് എൻ്റെ ബിജു ഒക്കെ വന്നത് ഇവിടെ തന്നെ. എൻ്റെ മകളെ കിട്ടി എന്നോട് പറഞ്ഞു ഇവരെല്ലാം വെളിയിൽ ചെന്ന് ജോലി ചെയ്യേണ്ട ഏതെങ്കിലും കാരണവശാൽ ഒരു വയലൻസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി. കാരണം പുറത്ത് ജനം എല്ലാം ഭയങ്കര വയലൻ്റാണ്. അപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഒരു തട്ടോ മുട്ടോ മുറിച്ചോ കല്ലേറോ എന്തെങ്കിലും താണ്ടി പിടിച്ചിട്ട് അവസാനം എൻ്റെ ഈ വന്ന 2 ആമക്കളും ഈ പെണ്ണിനെയും കൂടെ പ്രതികളാക്കുകയും അവരുടെ പാസ്പോർട്ടും എല്ലാം അവിടെ മേടിച്ച് വെച്ചാൽ ഇവരാകപ്പാടെ പെട്ടുപോകും. അതുകൊണ്ടാണ് നമ്മളതിനൊന്നും പുറത്തിറങ്ങി ഒന്നിനും ആകാതെ തൊടുപുഴയ്ക്ക് ശവാടത്തിന് പേടിച്ചിട്ടാണ് പോരാൻ. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞ് ചെന്നാലും ആരും ഒന്നും ചെയ്യലായിരുന്നു. അവിടെ വീട്ടിലെ കാര്യം കയറിയില്ലല്ലോ. കയറിയില്ല. പള്ളിക്കലൊക്കെ നമുക്ക് സപ്പോർട്ടായിരുന്നു, 100% നമുക്ക് സപ്പോർട്ടായിരുന്നു. പക്ഷേ നമ്മൾ ചെന്നില്ല. അയൽവക്കക്കാർ പോലും വീട്ടിൽ കയറി കണ്ടില്ല. അവരെല്ലാം ഗേറ്റ് അടച്ചിട്ടു എന്നാണ് പറയുന്നത് അങ്ങോട്ട്. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ബോഡി അങ്ങനെ അടക്കത്തിന് പോകാൻ ഇവർ പറഞ്ഞതനുസരിച്ച് നമ്മൾ സംഭവിച്ചൊന്നുമില്ല. അപ്പം അവിടുന്ന് ആദ്യം നമ്മൾ തീരുമാനിച്ചതിന് വ്യത്യാസം ഉണ്ടാകുന്നത് അവിടുത്തെ വികാരിച്ചിനും കൂടെ അവിടുത്തെ കൊച്ചും ഇവരും കൂടെ ചെന്ന് ആവശ്യപ്പെട്ടു. മൈനറാണെങ്കിലും ജീവിച്ചിരിക്കുന്ന മൂത്ത മകൻ എൻ്റെ അമ്മയും പെങ്ങന്മാരെയും ഞങ്ങൾക്ക് കൂടെ കല്ലറയുണ്ട്, ഇവിടെ അടക്കാൻ ഞങ്ങൾക്കാണ് റൈറ്റ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇവർ പറഞ്ഞത് ആ ഡൈവേഴ്സ് പെറ്റീഷനൊന്നും ആയിട്ടില്ല. കാരണം നമ്മളിവിടെ അവിടെ നിന്ന് ഇറക്കി വിടുന്ന അനുസരിച്ച് വനിതാ സിറ്റി കേസ്, ക്രിമിനൽ കേസ്, ഗാർഹിക പീഡനത്തിന് തൊടുപുഴ സ്റ്റേഷനിലെ 9 മാസം മുമ്പത്തെ, അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് 2 മാസത്തോളം കഴിഞ്ഞാൽ ഫാമിലി കോർട്ടിലാകുന്നത്. അപ്പോൾ അവിടുത്തെ ഇതിൻ്റെ കോപ്പിയില്ല, ഫാമിലി കോർട്ടിലായി. ഫാമിലി കോർട്ടിൽ 4 അവധികൾ കഴിഞ്ഞു പോയി. 4 അവധിക്കും ഇവർ വന്നിട്ട് 1 അവധിക്ക് ഇവരൊരു വക്കീലിനെ വെച്ചു. ഇതിന് ഈ ഫെബ്രുവരി 17-നുള്ളതിന് മുമ്പത്തെ അവധിക്ക് പോർത്താസീസ് എന്ന് പറഞ്ഞൊരു വക്കീൽ, മാതാവ് ഹോസ്പിറ്റലിന് അടുത്തുള്ള ഒരു വക്കീലിനെ വെച്ചിട്ട് പവർ ഓഫ് അറ്റോർണി ഈ എൻ്റെ മകളുടെ ഹസ്ബൻഡ് ഇല്ലാതെ അനിയനെ പവർ ഓഫ് അറ്റോർണി കൊടുത്ത്, അച്ഛനല്ല ഉണ്ണി. അപ്പോൾ അത് അവനങ്ങനെ ഇപ്പോൾ ഞാൻ അവിടെ കണ്ടു. ഇവിടെയാ കോടതി അവിടെ കൂടെ പോയപ്പോൾ കോടതി നേരിട്ട് കണ്ടൊന്നുമില്ല, അവനങ്ങ് നിൽക്കുന്ന കണ്ടു. ഞങ്ങൾ നിന്നിടത്തല്ലായിരുന്നു അവൻ. അപ്പം അവർ വരുന്നതിന് മുമ്പ് ഷൈനയെ ഉണ്ണി കണ്ടപ്പോൾ ചിരിക്കുവല്ലോ ചെയ്തോ? ഇല്ല ഒന്നുമില്ല. അവരുമായിട്ടൊന്നും ഒന്നും ചിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞിട്ട് ഈ സംഭവം നടന്നു കഴിഞ്ഞിട്ട് ജൂൺ 9-ാം തീയതി നടന്നു കഴിഞ്ഞിട്ട് 22 ദിവസം കഴിഞ്ഞിട്ട് ജൂലൈ 3-ാം തീയതി ഇതുപോലെ വന്ന് ഈ സെറ്റിയേരിയിരുന്നു. അവൻ്റെ ഭാര്യയും മക്കൾ 2 പേരും കൂടെ കുഞ്ഞുങ്ങളെ കാണാൻ വന്നായിരുന്നു. അപ്പം എന്നിട്ട് അവൻ എന്നോട് ചോദിച്ചു ഇതെന്നാ ഷൈനി എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അവളോട് ചോദിച്ചു എനിക്കൊന്നും റൈറ്റില്ല, കാരണം എൻ്റെ മകളാണെങ്കിലും അവളെ ഞാൻ കെട്ടിച്ചു വിട്ടത്. അവിടെ പറയണ്ടേ, ഞാൻ എപ്പോഴും പുറകെ നിൽക്കാനേ ഉള്ളൂ. എല്ലാവരും വക്കീൽ ഓഫീസ് ചെല്ലുമ്പോഴോ പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോഴോ തൊടുപുഴ സ്റ്റേഷൻ ചെന്നപ്പോൾ ഒന്നും എന്നെ മൊഴിയെടുക്കുന്നിടത്തോട്ട് അങ്ങോട്ടൊന്നും നമ്മളെ ബന്ധപ്പെടുത്തിയില്ല. കാരണം നിങ്ങളവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഞാൻ പുറത്ത് സിറ്റ് ഔട്ടിൽ ഇരിക്കുകയായി തൊടുപുഴ സ്റ്റേറ്റൊക്കെ. ഇവളോട് ആ മൊഴി ചോദിക്കാൻ പറയും. അപ്പോൾ അതിനെ 3 പേരെ പ്രതിയാക്കി അവൾ പറഞ്ഞിട്ട് അവർ തന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇവളോട് പറഞ്ഞു ഈ കാർന്നൊരു ക്യാൻസർ പേഷ്യൻറ്റും ഹിപ്പ് പൊട്ടിപ്പോയിട്ട് ഓപ്പറേഷൻ ചെയ്ത് മാറി വീൽ ചെയറിലും കിടപ്പുമായിട്ടിരിക്കുന്നതല്ലേ, അതുകൊണ്ട് പുള്ളീനെ നമുക്ക് കേസിൽ നിന്ന് ഒഴിവാക്കാമെന്ന് അവരവിടെയുള്ള ലേഡി പോലീസും SI ഒക്കെ കൂടെ ഈ മൊഴി എഴുതിയവരും കൂടെ പറഞ്ഞനുസരിച്ച് അതിൽ നിന്ന് ഒഴിവായിട്ട് പിന്നത്തെ പ്രതി എന്ന് പറയുന്നത് 1-ാം പ്രതി നോബിയും 2-ാം പ്രതി അമ്മയായിരുന്നു. അപ്പം അന്നിവർ മകസ്ത്രീ FIR ഒക്കെ ആയിട്ട് പിന്നെ FIR ഞാൻ പറഞ്ഞില്ലേ നീണ്ടുപോയി. ഈ 9-ാം തീയതി രാത്രി ഞാൻ ഇവിടുന്ന് അവളെ കൂട്ടിക്കൊണ്ട് വരുന്നു. വെളുപ്പിന് 2:30 ഇവിടെ വരുന്നത്. പിറ്റേ ദിവസം രാവിലെ ഇവിടെ മുഖത്തെല്ലാം നീരാ, മൂക്ക് മുറിഞ്ഞിരിക്കുന്നു. ഇവർക്ക് രാവിലെ ഏക്കാനൊന്നും മേല. ഈ വയറ്റിട്ടെല്ലാം കൂടെ കിട്ടി ചവിട്ട പ്രശ്നങ്ങളെല്ലാം കൂടി ഉണ്ട്. അതുകൊണ്ട് ഞാൻ 10-ാം തീയതി രാവിലെ ഏറ്റുമാനൂർ
ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്നു. ഞാനും എൻ്റെ ഭാര്യ അവളെയും കൂട്ടി ഈ 2 കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇളയ കുഞ്ഞിൻ്റെ ചെവി വേദനയായിരുന്നു, അതിനെയും കൂടി ആയിട്ട് പോകുന്നു. 2 ഡോക്ടർമാരെ ENT-കാർ അങ്ങനെയുള്ളവരെ അവിടെ കാണുന്നു. ഇവളെ കാണിച്ച് ഡോക്ടർ അവിടുത്തെ വലിയ ഡോക്ടർ, ലേഡി ഡോക്ടറായിരുന്നു. പുള്ളിക്കാരത്തി കഥമൊക്കെ അടച്ചിട്ട് ഇവിടെ ഡ്രസ്സെല്ലാം എടുത്തിട്ട് മൊത്തം പരിശോധിച്ചു. പരിശോധിച്ചിട്ട് എന്നോട് ഇറങ്ങി വന്നിട്ട് പിന്നെ ഡ്രസ്സൊക്കെ പറഞ്ഞു, ഇത് ഇൻറ്റിമേഷൻ കൊടുക്കേണ്ട കേസാണ്. വൈദ്യരൊക്കെ ചവിട്ടി, 3 സിസേറിനായിരുന്നു 3 പിള്ളേരും. വൈദ്യരൊക്കെ ചവിട്ട് കിട്ടിയിട്ട് കരിവാളിച്ച് കിടക്കുന്നു, അടി കിട്ടിയത്, മൂക്ക് മുറിഞ്ഞിരിക്കുന്നു, മേത്തെല്ലാം പാടുകളും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇൻറ്റിമേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ മാഡമെന്ന് പറഞ്ഞു. അവർ പിന്നെ കുറേ സമയം കൊണ്ടിരുന്ന അവർ ബാക്കിയുള്ള പേഷ്യൻറ്റിനെ എല്ലാം ബാക്കി മാറ്റി ഡോക്ടർമാരെ ഏൽപ്പിച്ച് നോക്കാൻ OP-യിലില്ലേ ഏൽപ്പിച്ച് പുള്ളിക്കാരത്തിൻ്റെ മുറിയിൽ പോയിരുന്ന ഇത് മുഴുവൻ അവരുടെ ഒരു മുഴുത്ത ബുക്കില്ലേ ഈ ഇൻറ്റിമേഷനൊക്കെ എടുത്ത് ഹോസ്പിറ്റലിൽ ഒരു ബുക്കുണ്ട്, അതെല്ലാം എഴുതി. നമ്മൾ ഡോക്ടറെ കണ്ടതിൻ്റെ OP ടിക്കറ്റ് ചെറുതല്ല, എൻ്റെ 2 വശത്തും ബ്രീഫ് ചെയ്തല്ല അത് എഴുതി, മരുന്നിനൊക്കെ ഇവിടെ എഴുതി അത് എഴുതി. ഈ ഇൻറ്റിമേഷൻ അന്ന് തന്നെ താഴെ ചെന്ന, കാരണം ഇപ്പോൾ നമ്മൾ കാണാൻ പറ്റും. അതായത് ഞങ്ങളിഞ്ഞ് കയറി വന്ന ഏറ്റുമാനൂർ ഗവൺമെൻറ് ആശുപത്രി പോലീസ് സ്റ്റേഷനുമായിട്ട് നടക്കാനുള്ള 5 മിനിറ്റ് പോലും വേണ്ട. അപ്പം ഞാനോടത്ത് ഇതിപ്പോൾ അങ്ങോട്ട് വെച്ചെന്നാൽ ഇതിപ്പോൾ തൊടുപുഴയ്ക്ക് കയറിയല്ലേ. പക്ഷേ ഞാനിവിടെ 2 പ്രാവശ്യം തിരക്കി ചെന്നപ്പം ഇവർ നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യുക. ഇത് നിങ്ങൾ ഇങ്ങനെയല്ലേ, ഇതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഈ കേസിനൊന്നും വരാനില്ല, നിങ്ങളെ നയിക്കണം. ഡൊമസ്റ്റിക് വയലൻസ് ആക്ടുണ്ട് വിമൻസിൻ്റെ, അത് നിങ്ങളൊരു വക്കീലിനെ വെച്ച് കോടതി ചെന്ന് മജിസ്ട്രേറ്റിനോടൊരു അതും എഴുതി മേടിക്കുക. എന്നിട്ട് ഈ മകളെയും പിള്ളേരെയും കൂടെ അവിടെ കൊണ്ടുപോയാക്കുക. അതവിടെ ഭിത്തിയിൽ ഒട്ടിക്കുകയോ എൻ്റെ കോപ്പി എടുത്ത് ഒത്തിക്കുകയോ ഒരു അപ്പനും അമ്മയും കെട്ടിവനും തെറി പോലും പറയുക. ഞാൻ പറഞ്ഞ് നാളെ എൻ്റെ മകളെയും പിള്ളേരെയും കൊന്നിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഭിത്തിയിൽ ഒട്ടിച്ചത് കാണിച്ചാൽ മതിയോ എന്ന് ആ പോലീസുകാരോട്. അവർ 2 പ്രാവശ്യം ചെന്നപ്പോൾ ഇവർ അവിടെ ചെല്ലുമ്പോൾ ഇൻറ്റിമേഷൻ ഇവിടെ നിന്ന് അങ്ങ് വന്നില്ലെന്ന് പറയും. ഇവിടെ വന്ന് ചോദിക്കുമ്പോൾ വിട്ടിട്ടുണ്ടല്ലോ എന്ന് പറയും. അങ്ങനെ ഈ സാധനം 9 കഴിഞ്ഞ് 10-ാം തീയതി ആശുപത്രി പോയി ഇൻറ്റിമേഷൻ പോയത് 27-ാം തീയതി 28-ാം തീയതി അപൂർണമല്ലാത്ത FIR ആകുന്നത്. ഞാനും എൻ്റെ മകളും കൂടി 4 പ്രാവശ്യം തൊടുവഴിക്ക് പോവുകയും ഈ സ്റ്റേഷനിൽ വരികയൊക്കെ ചെയ്തപ്പോഴാണ് FIR ആകുന്നത്. എന്നിട്ട് ആ FIR പോവുക അപൂർണ്ണമാണ്. കാരണം ആ FIR-ൻ്റെ ഒരു കോപ്പി എനിക്ക് തന്നിട്ട് അത് വായിച്ചിട്ടൊന്നും അഡ്രസ്സ് തെറ്റ്, പേര് തെറ്റ്, വയസ്സ് തെറ്റ്, എഴുതിയതൊക്കെ നമ്മൾ പറയുന്നതൊന്നുമല്ല, അവരിങ്ങനെ പല കാര്യങ്ങളുമായിട്ടിരുന്നിട്ടൊക്കെ എഴുതി വെക്കുക. അപ്പോൾ അവർ പറഞ്ഞത് അപ്ഡേറ്റ് ചെയ്ത് കറക്റ്റായിട്ടുള്ള FIR വരും, അത് ഞങ്ങൾ കോടതിയിലാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് എനിക്കൊരു നമ്പർ കിട്ടി 104624. ആ നമ്പർ കിട്ടിയ കാരണം അതാണ് ഞാൻ ഫാമിലി കോർട്ടിൽ കൊടുക്കുകയും ഇവർ തന്ന ഇത് ആ തൊടുപുഴ സ്റ്റേഷനിൽ നിന്ന് എനിക്ക് തന്ന സാധനം ഞാൻ ഫാമിലി കോർട്ടിലെ വക്കീലിനെ ഏൽപ്പിച്ചിരിക്കുക. പിന്നെ പോയിട്ട് മകസറിന് പോയപ്പോഴും എന്നെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ തിണ്ണയിലിരുത്തിയിട്ട് പിന്നെ SHOയും പോലീസുകാർ, ഹെഡ് കോൺസ്റ്റബിൾ, SI അടക്കം ജീപ്പെ കയറ്റി എൻ്റെ മകളെയും 2 പിള്ളേരെയും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയുള്ള മകസർ എടുക്കാൻ. ആ മകസറിന് അവിടെ ചെന്ന സമയത്ത് ഈ തള്ള കിടന്ന് ചെമ്പുകളും ഇതൊക്കെയായിരുന്നു. അപ്പം ഇവിടെ വെച്ചേച്ച് പോയ മകസറിന് ചെന്നപ്പോൾ ഇവിടെ വെച്ചേച്ച് പോകുന്ന സ്വർണ്ണമൊന്നും അവിടെ ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു അത് പലവിൽ കയറി ഇറങ്ങുമല്ലോ, ഞങ്ങളതെടുത്ത് ലോക്കറി വെച്ചിരിക്കുകയാണ്. അത് ഈ ജൂലൈ 3-ാം തീയതി അത് കഴിഞ്ഞ് അനിയൻ വന്നപ്പോൾ ആ പുള്ളിയും പറഞ്ഞു അവിടെ ഇരുന്ന വലിയൊരു ആരൊക്കെയാണ് കയറി വരുന്നത്, ഇവരിങ്ങനെ പോകുന്നു എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പലരും പോലീസും ഒക്കെ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എടുത്തുകൊണ്ട് പോയില്ല, അതുകൊണ്ട് ഞങ്ങൾ ലോക്കറി കൊണ്ട് വെച്ചെന്ന് പറഞ്ഞു. അതും കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞറിഞ്ഞതാണ്. അതായത് ഇവിടെ ചെന്നിട്ട് ഇവരുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കാൻ ചെന്നതെല്ലാം ഇല്ല, സ്വർണം പോയി, ഡ്രസ്സൊക്കെ എടുത്തപ്പോൾ ഈ പുള്ളിക്കാരത്തിൽ പുറകെ നടന്ന് വഴക്കം തെറിയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം കിട്ടിയ സാധനമൊക്കെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോയി. ഞാൻ എന്നിട്ട് എന്നെ ഒരു ഓട്ടോറിക്ഷയിൽ ഞാൻ വന്നിട്ട് ഇന്ന് തൊടുപുഴ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തൊക്കെ പോയി ഞാൻ നിൽക്കുന്നു. ഇവർ വീട്ടിൽ പോയിട്ട് ബാഗിനകത്ത് ഇവരുടെ ഡ്രസ്സ് 3 പേരുടെ എൻ്റെ മകളുടെയും പിള്ളേരുടെ ഡ്രസ്സും ഒക്കെ എടുത്തിട്ട് ഇതുങ്ങൾക്ക് പിന്നെ സ്കേറ്റിംഗ് ഇതില്ലേ എന്നാ നമ്മൾ അങ്ങനെ സാധനം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നതിൻ്റെ അത്യാവശ്യം യൂണിഫോം അതൊക്കെ എടുത്തുണ്ട്. പക്ഷേ ആ യൂണിഫോം ഒന്നും പിന്നെ ഇടാൻ പറ്റിയല്ല, അവരുടെ തക്കാലം ഡ്രസ്സ് എടുക്കണമല്ലോ പിള്ളേർ പറ്റേ. അപ്പോൾ അതെടുക്കാൻ ചെന്നപ്പോഴത്തേനും മക്കളുടെ ഒക്കെ എടുക്കാൻ നിൻ്റെ ഒരു സാധനം എടുക്കരുത്. അപ്പം ഞാൻ മക്കളെ എടുക്കാം, നിൻ്റെ ഒരു സാധനം എടുക്കരുത്, നിൻ്റെ ഒരു സാധനം ഇവിടെ ഇല്ലെന്നാണ് പറയുന്നത്. നീ എന്തിനാടി അവൻ കാശ് കൊടുത്ത് മേടിച്ച് എൻ്റെ മകൻ മേലെടുത്തതിൻ്റെ അതിലൊക്കെ നാളെ ഇല്ലേടി ഇതെടുക്കാൻ വന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവളെ ഹരാസ് ചെയ്യുമായിരുന്നു. ഈ അമ്മയായിരുന്നു ഏറ്റവും മുഴുത്താളെ. അപ്പനും മോശമൊന്നുമല്ല. അപ്പം ഇപ്പോഴുള്ള ജീവിച്ചിരിക്കുന്ന മകനെയൊക്കെ പറയുന്നത് തെറിയ എന്തായാലും ഞങ്ങളെയും അവിടെ ചെന്ന് ഹരാസ് ചെയ്തിട്ടുണ്ട്, ഞങ്ങളെ കളിയാക്കിയിട്ടുണ്ട്. കാരണം ഞാൻ കല്യാണം കഴിക്കുമ്പോൾ വാടക വീട്ടിൽ നിന്നാണ് കല്യാണം കഴിക്കുന്നത്. നേരത്തെ ഞാൻ പൊട്ടിപ്പാളിഷായിട്ട് എനിക്ക് ഈ ഭൂമിക്ക് മുകളിൽ ഒന്നുമില്ല, ഈ 8 സെൻറ്റ് 8.5 സെൻറ്റേ ഉള്ളൂ. ഇത് മേടിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് റിനോവേറ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിങ്ങനെ കണ്ട 3 തട്ടായിട്ട് പുറകോട്ട് കിടക്കുക, ഇതിനപ്പുറത്തോട്ട് ഷീറ്റും ഓടും ഒക്കെയാണ്. അതുമൊക്കെ ഒന്ന് ചെയ്തിട്ട് ഞാൻ ഇത് മേടിച്ച് 3-4 കൊല്ലം ഇവിടെ കിടന്നു. ആ സമയത്ത് ഞാൻ വാടകയ്ക്ക് മാനാനത്ത് താമസിക്കാം. ആ വാടക വീട്ടിലിട്ടാണ് കല്യാണം കെട്ടിച്ച് കഴിഞ്ഞ് 6 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ താമസം മാറ്റുന്നത്. അപ്പോൾ ആ കെട്ടിച്ച സമയത്തും നമ്മളെ കൊണ്ട് മൂത്ത മകളല്ലേ, പലരുടെ സഹായം കൊണ്ടും ഭാര്യ വീട്ടുകാരുടെ ഒക്കെ ആയിട്ട് 32 പവൻ്റെ സ്വർണവും 1,15,000 രൂപയും കൊടുത്തിട്ട് അവരുടെ വീട്ടിൽ ചെന്ന് വർക്കിക്കാൻ കിട്ടുന്നത്. അതിൻ്റെ എൻ്റെ മോളെ കെട്ടിക്കുന്ന 2 ആഴ്ച 3 ആഴ്ച മുമ്പാണ് ഞാൻ അച്ഛന് പട്ടം കിട്ടുന്നത്.
അപ്പം നമ്മൾ ഇതെല്ലാം ഇങ്ങനെ പറയുമ്പോഴേക്കും ഒരു അച്ഛനുള്ള വീടെ ഈ പുള്ളിക്കാരത്തിരി അനിയത്തിമാർ 2 കന്യാസ്ത്രീമാരെ, ചേട്ടത്തിയുടെ മകൾ കന്യാസ്ത്രീ. അപ്പോൾ അച്ഛനും കന്യാസ്ത്രീമാരുടെ കുഴപ്പമില്ല, ചേരിയിലൂരിയാൽ നമുക്ക് വേറെ ഇപ്പം നമ്മളിവിടെ നഗരയാണല്ലോ, തുറൂർ ഭാഗമായിട്ട് നമുക്ക് ഇവിടെയുള്ള ഏരിയയിലെ ആൾക്കാരുടെ വീട്ടുകാരൊക്കെ പറയുമ്പോൾ പരിചയങ്ങളും ആൾക്കാരെയാണ്. അപ്പോൾ ഒത്തിരി തുന്നിച്ച് നോക്കാനൊന്നും പോയില്ല. മൂത്ത മകളുടെ കല്യാണം 26 വയസ്സായി, അങ്ങനെയായി. അപ്പോൾ ഞാൻ GNM വരെ പഠിപ്പിച്ചുള്ളൂ. അത് ഹൈദരാബാദ് കെയർ ഹോസ്പിറ്റലിലെ ആദ്യത്തെ ബാച്ചാവും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ബോംബെയിലൊക്കെ പോയി ജോലി ജനറൽ നഴ്സിംഗ് മാത്രമേ പഠിപ്പിച്ചിട്ടായിരുന്നു. പക്ഷേ ഈ കെട്ടിച്ച് കഴിഞ്ഞിട്ടാണ് ഏതാണ്ട് ഒരു കുഞ്ഞുമായി കഴിഞ്ഞപ്പോഴത്താണ് ഒരു BSc നേഴ്സിങ്ങിനെ വിട്ടെ. അത് മംഗലാപുരത്ത് അദീന കോളേജ് ഓഫ് നേഴ്സിങ്ങിലാണ് അവിടെ പഠിച്ചത്. അപ്പോൾ എൻ്റെ വൈഫ് കൂടെ പോയി കുഞ്ഞിനെ നോക്കാൻ അവിടെ നിന്നായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ 2 പേരോട് ഇവിടെ നിന്ന് ഞാൻ അവിടെ ഇവിടെ വന്ന് താമസമായിരിക്കും. അപ്പം അത് 1 കൊല്ലം കഴിഞ്ഞു. അപ്പം രണ്ടാമത്തെ മകളെ കൂടെ കെട്ടിച്ചു. അന്നേരത്തിന് എൻ്റെ ഈ സാമ്പത്തികമായിട്ടൊക്കെ ടൈറ്റായിരുന്നു, ഒരാളെയും കെട്ടിച്ചു വിട്ടത്. അപ്പോൾ അവന് വെറും 25,000 രൂപ കൊടുത്തു. പിന്നെ എൻ്റെ മകൾ അന്ന് ഈ രണ്ടാമത്തെ മകളിടയ്ക്ക് ബ്യൂട്ടീഷ്യനൊക്കെ കഴിഞ്ഞിട്ട് ഷാർജയിലൊക്കെ പോയിച്ച് വന്ന് അവിടെ ഇച്ചിരി സ്വർണ്ണം ഉണ്ടായിരുന്നു. ബാക്കി ഞങ്ങളുടെ സ്വർണ്ണം ഇല്ലാത്തതുകൊണ്ട് ഇവരോട് ഞാനൊരു 7 പവൻ്റെ സ്വർണ്ണം വായ്പ വാങ്ങി തിരിച്ച്. ആ വായ്പ വാങ്ങി അതുകൂടെ കൊടുത്താൽ രണ്ടാമത്തെ മകളെ കെട്ടിച്ചു വിടുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.